ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് പരസ്പരം എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു വാക്ക് തർക്കം കാര്യങ്ങളെല്ലാം ഉണ്ടായ ശേഷമായിരിക്കണം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് വിട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം റീസൺ. ഒരു വല്ലാത്ത രീതിയിൽ ദേഷ്യം പിടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളൊരു ഓവറോൾ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചിലപ്പോൾ ദേഷ്യം കാരണം ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇതിനകത്ത് നടന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെയധികം ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് ശേഷം നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ തളർന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവാം. അതേസമയം ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഒരു മൈൻഡ് ഗെയിം കളിച്ചതായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹേർട്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കും എന്നറിഞ്ഞിട്ടും ചിലപ്പോൾ വേദനിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ വളരെ ഹാപ്പി ആണെന്ന് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വഴക്കിനെ തുടർന്ന് ഒരു ഈഗോയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ദേഷ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ശാഠ്യം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഏജ് വൈസ് നിങ്ങളെക്കാൾ കൂടുതലുള്ളൊരു വ്യക്തി ആയാലും കുറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന തരത്തിലുള്ള, അതുപോലെ തന്നെ ഒരു എടുത്തിയാട്ടമൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് പാസ്റ്റിൽ നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടുത്തെ ആ ഒരു മെയിൻ ഒറാക്കിളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്. തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങൾ, വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ ബന്ധത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ചില കേസസിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്, പല ഇഷ്യൂസ് കൊണ്ട് പല വേർപാടുകളോ അല്ലെങ്കിൽ സെപ്പറേഷനിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു പാർട്ട്ണറും വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നൊരവസ്ഥ, അത് മെയിനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ അത്രയധികം വിഷമത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർത്ത് തലമുണ്ടാക്കിയ ഒരു രീതിയിലോ അല്ല നമ്മൾ കാണുന്നത്. അവർ കുറച്ചും കൂടി സെൽഫിഷായിട്ട് നിന്നതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോയതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവരൊരു റോങ് വേയിലോട്ടും ആയിരിക്കാം പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ പ്രകോപിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് ഗെയിം കളിക്കുക, അങ്ങനെയുള്ള ചില സൂത്രപ്പണികളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭൂരിഭാഗം വ്യക്തികൾക്കും അങ്ങനെയുള്ളൊരു എനർജി തന്നെ ആയിരിക്കണം. മാത്രമല്ല അവർ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപഴകുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം. ഇപ്പോൾ ഈ ഒരു വ്യക്തി മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാം, ഗേൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇവരൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇവർ വളരെയധികം ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായതെങ്കിലും ഈ ഒരു പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചുകൊണ്ടായിരിക്കാം, നിങ്ങളുടെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണമെന്നായിരിക്കാം പറഞ്ഞത്. അപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു വ്യക്തി അംഗീകരിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് വേണ്ടി തന്നെ വാദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു ആർഗ്യുമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പാർട്ട്ണറുമായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി അല്ലെങ്കിൽ വഴക്കിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, സെപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ആ ഒരു വ്യക്തി തന്നെ നമ്മളോട് വന്ന് മിണ്ടട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അവരെ പ്രൊവോക്ക് ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് അവർ പെട്ടെന്ന് ട്രിഗർ ആവുന്നത് അത് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ട് ദേഷ്യപ്പെടാനെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജി കണ്ടിട്ട് അത്തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു സ്ട്രൈഫ് എന്നുള്ളൊരു കാർഡിനകത്തും അതുപോലെ തന്നെ ആ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയിലും ആ ഒരു സ്റ്റാർ സൈൻ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിലനിന്നിരുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബിൻ്റെ ഒരു ഫീലിംഗും കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും വാക്ക് തർക്കങ്ങൾ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയുടെ ഇൻഫ്ലുവൻസും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ക്ലാഷസ് ആയിരിക്കാം, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ക്വാളിറ്റി ടൈം തരാത്ത പ്രശ്നമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് പിന്നിലേക്ക് വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലെ കലഹങ്ങളോ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ. അവർ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുന്നോട്ട് പോകാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് നാളുകളായിട്ടുള്ള വ്യക്തികളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയറിൽ താഴെയുള്ള പ്രശ്നങ്ങളായിരിക്കണം നിങ്ങൾ തമ്മിൽ. അതിനേക്കാളും വലിയ ഒരു ലോങ് ഗ്യാപ്പ് ഒന്നും നമ്മളിവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കറൻറ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയിൽ നിന്ന് ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിച്ച് ഡെസ്പായിട്ട് ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നായിരിക്കാം ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്രേക്കപ്പിലേക്കോ സെപ്പറേഷനിലേക്കൊക്കെ പോകുന്നൊരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നല്ല രീതിയിൽ റിക്കവർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് കിട്ടിയതായിട്ട് തന്നെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ കാണിക്കാനായിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവരെ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് എന്നുള്ള രീതിയിലല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു മാറ്റം വേണം, ഇതിനകത്ത് പെട്ട് ഞാനിങ്ങനെ കരഞ്ഞിരിക്കില്ല എന്നുള്ള ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂയും കാര്യങ്ങളൊന്നും കളഞ്ഞ് താഴ്ന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ സ്വയം ഒരു വിലയില്ലാതാക്കാനായിട്ട് നിങ്ങളും തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം വന്നതായിരിക്കാം. അപ്പോൾ ചിലവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. നമ്മളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസസ് ആണ് നമ്മളെ പലരെയും മാറ്റിമറിക്കുന്നത്. ചിലപ്പോൾ ഒരു 10 കൊല്ലം മുൻപുള്ള ഒരു വ്യക്തി എടുത്ത് നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയായിരിക്കില്ല. ചിലപ്പോൾ അന്ന് വളരെയധികം പാവമായിട്ടല്ലാന്നുണ്ടെങ്കിൽ പലരെയും വിശ്വസിച്ച് അത്രയധികം ഒരാളുടെ മുഖത്ത് നോക്കി എതിർത്തൊരു വാക്ക് പോലും പറയാനായിട്ട് ത്രാണിയില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ എന്തും എവിടെയും ചങ്കൂറ്റത്തോടുകൂടി പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികൾ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പലരുടെയും മുഖങ്ങൾ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുമ്പോഴാണ് ആ ഒരു മാറ്റം കടന്നു വരിക. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ളൊരു മാറ്റം നിങ്ങൾക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഴയതിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അടുപ്പം, മാനസിക അടുപ്പമായിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവരോട് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ ഒരു പേഴ്സണെയും നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വഴക്കിൻ്റെ സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം താഴ്ന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് ചെന്ന് ബെഗ് ചെയ്യുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് കാല് പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്നെല്ലാം നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരോട് ബെഗ് ചെയ്യുന്നുണ്ടാവില്ല, എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ടാവില്ല. അവരിങ്ങോട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് വളരെ സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ വളരെയധികം സെൻറ്റി സ്റ്റേജസ് ഒക്കെ ഇട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലാണെന്നൊക്കെ ഈ ഒരു പേഴ്സണെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറി നിങ്ങൾ നിങ്ങളുടെ വഴിയേ പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ മാർഗ്ഗം തുറന്നു കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സണെ നിങ്ങളിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കോമൺ ഫ്രണ്ട്സോ
അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അറിയുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം മാറിപ്പോയി എന്ന് നിങ്ങൾ തന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ തന്നെ അത് ട്രിഗർ ആവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വഴക്കുണ്ടായാലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും അവരുടെ പുറകെ നിങ്ങൾ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഒരുപാട് പാമ്പർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുകയും അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടു കൂടി ചിലപ്പോൾ ഒരു കുഞ്ഞിനെ പോലെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കരുതലൊക്കെ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ അവരതെല്ലാം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ വ്യക്തിയല്ല, നിങ്ങൾക്കൊരു മാറ്റം വന്നു എന്നുള്ളവരുടെ ഫീലിംഗും ഒക്കെ ആയിരിക്കും. അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഏതെങ്കിലും വ്യക്തി കടന്നു വന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായോ, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇനിയിപ്പോൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വളരെയധികം പൊസസീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ പുറകെ പോവുകയോ ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇവിടെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്കാണ് ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം കാരണം മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായിരുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളോട് അവരത് ഓപ്പണായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ സ്റ്റിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ അത് ഓർത്ത് വളരെയധികം ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് തല പുകയ്ക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങളാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സ്റ്റക്കായിട്ട് നിന്നിരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക വിഷമം അനുഭവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ നല്ലൊരു ടൈം അവർ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇത് മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മെൻ്റലി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് മുൻപ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ടായിട്ട് തുടരുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പോലും അറിയാതെ അവർ നിങ്ങളെ മാനസികമായിട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് ആലോചിച്ചിരുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു പെയിൻ ആയിക്കോട്ടെ, അത് അവർ നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷൻ, ലെസ് കോൺടാക്ട് നോ കോൺടാക്റ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് വരുന്നുള്ളതാണ്. ആ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു മെയിൻ ഒറാക്കിളിനകത്തുള്ളതുപോലെ തന്നെ ഒരു ട്രൈഫ് ആൻഡ് സക്സസ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് തരും. അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്തരുതെന്ന് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റാവുന്നത് പോലെ അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺടാക്റ്റ് ഉടനെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എത്രയൊക്കെ പ്രശ്നങ്ങൾ, അടി, ബഹളം, വഴക്ക്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1, 6, 7, 18 ഈ നമ്പേഴ്സ് വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയ്സോ അല്ലാന്നുണ്ടെങ്കിൽ ആനിവേഴ്സറി ഡേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പറോ ഡെസ്റ്റിനി നമ്പറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, പൈസസ്, അക്വേറിയസ്, ലിയോ ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ്. എത്രയും വേഗം ഒരു കോൺടാക്റ്റ് കിട്ടാൻ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി നിൽക്കുന്ന പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എനർജി സിറ്റുവേഷനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ.
നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.